പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എല്ലാം നമ്മളും സുഖമായി തന്നെ ഇരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ അമ്മ അയർലൻഡിലേക്ക് പോകുന്നതിൻ്റെ തലേന്നുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ബീഫ് വാങ്ങിയിട്ടുണ്ട്. ബീഫ് നമ്മൾ ഇത് വേവിച്ചിട്ട് പിന്നെ നമ്മൾ പുരട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ബീഫ് വേവിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ മസാലകൾ കുറച്ച് അരച്ച് ചേർക്കും. അതായത് നമ്മൾ കുറച്ച് വെളുത്തുള്ളി തൊലിയോട് കൂടി എടുത്തിട്ടുണ്ട്. പെരുംജീരകം, കറുവപ്പട്ട, ഗ്രാമ്പൂ, തക്കോലം, ജാതിപത്രി, ഏലയ്ക്ക, ആ വക സംഭവങ്ങളെല്ലാം കൂടി നമ്മൾ അരച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് അരച്ചിട്ട് ചേർക്കും. അങ്ങനെ നമ്മൾ ബീഫിന് വേവിക്കുമ്പോൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ല് ബീഫിൻ്റെ നമുക്ക് വരത്തില്ല. അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ബീഫിന് കിട്ടുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് അരച്ചതിന് ശേഷം നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്യുകയും ചെയ്യും. എന്തായാലും ഈ പ്രാവശ്യം അമ്മച്ചി പോകുന്നത് പ്രമാണിച്ച് നേരത്തെ ഒരു ഓണസദ്യ അങ്ങ് ഒരുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇല നിറച്ച കറികളുണ്ട്. നമ്മുടെ പൊന്നൂസും പോവല്ലേ, അതുകൊണ്ട്. നോക്കട്ടെ പറയണം. ഇറച്ചി, ബീഫ്, തോരന്, മെഴുക്കുവരട്ടി, മുരിങ്ങയ്ക്ക കറി, ക്യാബേജ് തോരന്, പപ്പടം, അച്ചാറൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇവർക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാൻ ഞാൻ. അങ്ങനെ ഉച്ചയൂണിന് ശേഷം നമ്മൾ ഏറ്റവും ലാസ്റ്റ് റൗണ്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ടൗണിൽ വന്നതാണ്. ടൗണിൽ വന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് വാങ്ങാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബേക്കറി ഐറ്റംസ് മാത്രമാണ്. അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ വന്നത്. അവരുടെ അമ്മയ്ക്കാണെങ്കിൽ ഒരു ഷൂസ് കൂടെ നോക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് നമ്മൾ കടയിൽ കയറി നോക്കിയതാണ്. ഓൾറെഡി നമ്മൾ സാൻഡിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷൂ വേണമെന്നുള്ളൊരു ഇത് വെച്ചിട്ട് അവിടെ ചെല്ലുമ്പം തണുപ്പൊക്കെ ആണല്ലോ കൂടുതലും. അത് കാരണം ഷൂ നോക്കാൻ വേണ്ടി കയറിയതാണ്. പക്ഷേ ആ കറക്റ്റ് അമ്മയുടെ അളവിന് പറ്റിയ ഷൂ അവിടെ കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. ഇത് ഷോപ്പ് വന്നിട്ട് നമ്മുടെ KSRTC സ്റ്റാൻഡ്, അടൂർ KSRTC സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഷോപ്പാണ്. നമ്മൾ മിക്കവാറും ഇവിടെ നിന്നാണ് ചെരുപ്പൊക്കെ വാങ്ങുന്നത്. നല്ല കുറേ സെലക്ഷൻ ഉണ്ട് ഇവിടെ. അങ്ങനെ പിന്നെ അതൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ തിരിച്ചിറങ്ങിയത് ബേക്കറിയിലേക്കാണ്. ബേക്കറിയിൽ നമ്മൾ വാങ്ങുന്നത് നമ്മുടെ സ്ഥിരം ബേക്കറി ഐറ്റം വാങ്ങുന്ന അറേബ്യൻ ബേക്കറിയാണ്. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ അറേബ്യൻ ബേക്കറിയിൽ നിന്ന് തന്നെയാണ് ബേക്കറി ഐറ്റംസ് വാങ്ങുന്നത്. അതിപ്പം പുറത്ത് കൊണ്ടുപോകാനായാലും നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ളതായാലും നമ്മൾ ഇവിടുന്ന് തന്നെയാണ് വാങ്ങുന്നത്. അങ്ങനെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് മിക്സ്ചർ എടുത്തിട്ടുണ്ട്, ചിപ്സുകൾ, കപ്പ ചിപ്സ്, അതേപോലെ മുറുക്ക്, കുഴലപ്പം, അച്ചപ്പം അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ലഡു, ജിലേബി, ഹൽവ, കേക്ക് എല്ലാം കുറച്ചിട്ടാണ് മാക്സിമം വാങ്ങിച്ചത്. കാരണം വെയിറ്റ് കൂടി പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ള കാരണത്താൽ എല്ലാം നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഷോപ്പിലുള്ള ആൾക്കാരൊക്കെ നമുക്ക് എപ്പോഴും സാധനം വാങ്ങുന്നതുകൊണ്ട് തന്നെ നല്ല പരിചയമാണ്. അപ്പം വെളിയിൽ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവർ പറഞ്ഞു കേക്കൊക്കെ ഇപ്പം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്, ധൈര്യമായിട്ട് എടുത്തോളാൻ പറഞ്ഞു. നമുക്ക് അറിയാവുന്ന കടയിലാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് സാധനങ്ങൾ വാങ്ങാമല്ലോ. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഇവിടെ തന്നെ വന്നത്. അങ്ങനെ നമ്മൾ ബേക്കറി ഐറ്റംസ് വാങ്ങേണ്ടതൊക്കെ വാങ്ങി നമ്മളൊരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തിയത്. രാവിലെ നമ്മൾ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്ന് വന്നപ്പോൾ ബ്രെഡ് കൂടെ വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ ബ്രെഡ് പൊടിച്ചിട്ട് നമ്മൾ കട്ട്ലേറ്റ് റെഡിയാക്കി. ഞാൻ എല്ലാം സെറ്റാക്കി, കട്ട്ലേറ്റിനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പോയത്. വന്ന് ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തതേ ഉള്ളൂ. ചിക്കൻ കട്ട്ലേറ്റ് ആയിരുന്നു.
മിക്കവാറും നമ്മൾ ബീഫ് കട്ട്ലേറ്റ് ആണ് റെഡിയാക്കാറായിട്ടുള്ളത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയത്. കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കേണ്ടത് കൊണ്ട് നമ്മൾ അധികം എരിയൊന്നും ആക്കാതെയാണ് എടുത്തത്. പക്ഷെ നല്ല കട്ട്ലേറ്റ് ആയിരുന്നു. ബേക്കറി ഐറ്റംസിൻ്റെ സാധനങ്ങൾ വേറെ ബാഗിലേക്ക് വെച്ചിട്ട് ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചെറിയ ബാഗിൽ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേരൊക്കെ എഴുതി വെച്ചിട്ട് അതൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ അകത്ത് അധികം വെയിറ്റ് നമ്മൾ വെച്ചിട്ടില്ല, കുറച്ച് വെയിറ്റ് മാത്രമേ ഉള്ളൂ. ഒരു 7 കിലോ 8 കിലോ മാത്രമേ ഈ ഒരു ബാഗിലുള്ളൂ. ബാക്കി നമ്മൾ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം വലിയൊരു പെട്ടിയിലാണ്. അപ്പോൾ ആ ഒരു പെട്ടിയിലേക്കാണ് ഇനി ബേക്കറി സാധനങ്ങൾ കൂടി വെക്കാനായിട്ടുള്ളത്. അത് ഏറ്റവും ലാസ്റ്റിൽ പോകുമ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ രാവിലെ മാത്രമേ അത് റോൾ ചെയ്ത് വെക്കത്തുള്ളൂ. ഇതിപ്പം നമ്മൾ തലേന്ന് വൈകിട്ട് ചെയ്ത് വെക്കുകയാണ്. കാരണം ഇതിൻ്റെ അകത്ത് അഴുക്കാവാനുള്ള സാധനങ്ങളൊന്നും ഇതിലില്ല. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് 1-2 സാധനങ്ങൾ കൂടി നമുക്ക് വെക്കാനുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ മറ്റേ ആ ഒരു വലിയ പെട്ടിയിലേക്കാണ് ഇതെല്ലാം വെക്കുന്നത്. അങ്ങനെ ഇത് പോകുന്ന ദിവസം, അതായത് തിങ്കളാഴ്ച 12-ാം തീയതി രാവിലെ എഴുന്നേറ്റ് മറ്റേ നമ്മുടെ വലിയ ഈ ഒരു പെട്ടിയും കൂടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പോകുന്ന കാര്യങ്ങൾ അമ്മയുടെ ആ ഒരു വീഡിയോ ലാസ്റ്റിലത്തെ ഇതൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല.